ഒരു പൊള്ളുന്ന ചൂടിലും നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കക്കരിക്കയാണ് കേട്ടോ വേണ്ടത്. കക്കരിക്ക ഞാനിത് അവിടെ ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 2 വെറൈറ്റി ജ്യൂസുകളാണ് കക്കരിക്ക വെച്ചിട്ട് ചെയ്യുന്നത്. ഒരു ഡ്രിങ്കിൽ നമ്മൾ പാൽ ചേർക്കുന്നുണ്ട്, മറ്റൊരു ഡ്രിങ്കിൽ പാലില്ലാതെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ചിലർക്കൊന്നും പാൽ ഇഷ്ടമല്ല, പാൽ ചേർത്ത ജ്യൂസുകളൊന്നും കുടിക്കില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. അപ്പോൾ കക്കരിക്കയൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീലർ ഉപയോഗിച്ചിട്ടൊന്ന് കളഞ്ഞ് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. കക്കരിക്കയുടെ 2 അറ്റവും ചെറിയ രീതിയിലൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഡ്രിങ്ക് നല്ലൊരു ഗ്രീൻ ടച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ തൊലിയൊക്കെ ഒന്ന് ഒരുപാട് അങ്ങ് കളഞ്ഞു കൊടുക്കരുത്. ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്രീൻ കളറിൽ നമ്മുടെ ഡ്രിങ്ക് കിട്ടുക. കക്കരി നല്ലോണം കഴുകിയാൽ മതിയല്ലോ. ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 10-12ഓളം ബദാമാണ്. ഒരു നൈറ്റിലൊന്ന് കുതിർത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ ഒന്ന് ഇളകി പോന്നോളും. ബദാമിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ എടുക്കാം കേട്ടോ. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം, പീനട്ടൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, 2 ഏലക്ക, പിന്നെ ആവശ്യത്തിന് നല്ല തണുത്ത പാലാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈന്തപ്പഴം ഒരു 4-5 പീസൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കുതിർത്തെടുത്തിട്ട് അതും ചേർക്കാം. അപ്പോൾ നമുക്കൊരു ഗ്രീൻ കളർ കിട്ടില്ല, ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ ആയി മാറും. ഒരു കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ ഈന്തപ്പഴം ചേർക്കാത്തത്. നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈന്തപ്പഴം ചേർത്തോളൂ. നല്ല രീതിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടല്ലോ. നല്ലൊരു ഗ്രീൻ കളറോട് കൂടിയിട്ടാണ് ഈ ഒരു ടേസ്റ്റി ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടി തണുത്ത പാലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം. കൂടുതൽ കുറച്ച് നമ്മുടെ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്ര കട്ടി കുടിക്കണ്ട എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളമോ പാലോ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. കക്കരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തി നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും ഒക്കെ തളർച്ചയൊക്കെ മാറി നല്ല ആക്റ്റീവായിരിക്കാൻ കക്കരി കൊണ്ടുള്ള ജ്യൂസ് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ മധുരത്തിന് ചേർത്തത് പഞ്ചസാരയാണ്. ഈ ഒരു ഗ്രീൻ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർത്തിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് കസ്കസ് ചേർത്തിട്ടുണ്ട്, സബ്ജ സീഡ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിയാ സീഡ് കിട്ടുന്നുള്ളവർ അത് ഉപയോഗിക്കാം കേട്ടോ. ചിയാ സീഡും പ്രത്യേകിച്ച് ഈ ഒരു റമദാൻ മാസം നമ്മൾ ഇതുപോലെയുള്ള ഡ്രിങ്ക്സിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് കുടിക്കുക, അപ്പോഴാണ് ഇതിൻ്റെ രുചി വേറെ ലെവലാണ്. ഇതിൽ നമ്മൾ ഏലക്ക 2 ചേർത്തിട്ടുണ്ട്. അതിന് പകരം നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുകയാണെങ്കിൽ വേറെ ലെവലാവും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നോമ്പൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു ഗ്ലാസ് മതിയാവും നമ്മുടെ ശരീരമൊക്കെ കൂളാക്കാൻ. എന്തായാലും ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. ഒരുപാട് ലൂസല്ല, ചെറിയ രീതിയിൽ തിക്കായിട്ടാട്ടോ നമ്മളിതൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട്
ഒരു കക്കരി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചേർക്കുന്നുണ്ട്. കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി പുതിന ഇല, നമ്മുടെ മിൻറ്റിൻ്റെ ഇലയാണ്, നല്ല ഫ്രഷ് ഇല നോക്കിയെടുക്കാം. കൂടെ നമുക്ക് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ടൊന്ന് പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ പാലൊക്കെ ചേർത്തിട്ട് ജ്യൂസ് കുടിക്കാത്തവർക്ക് ഇത് ഉപകാരമാവും. അതിലുപരി നമ്മുടെ ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ്. അതുപോലെ ചിലർക്ക് അത്ര സമയം നോമ്പെടുത്തിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനും ഈ ഒരു ഹെൽത്തി ജ്യൂസ് നല്ലതാണ്. ഇതിലോട്ടും ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടും ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഐസ് ക്യൂബൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ആ ഒരു മിൻറ്റിൻ്റെ ഇലയുടെ ഒക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അത് കുടിക്കുമ്പോൾ ഒരു ശല്യമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. കണ്ടല്ലോ, നല്ല ഗ്രീൻ കളറിൽ തന്നെയാണ് ഈ ഒരു ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രുചിയുണ്ട് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. ഇത് നമ്മുടെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. രണ്ടും ചെയ്ത് നോക്കുക. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ പിഴിഞ്ഞെടുത്ത നാരങ്ങാത്തൊണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാണാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ളവർ ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കട്ടെ. എന്നും കക്കരിക്ക് വെച്ചിട്ട് ഒരുപോലെ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ ഈ ഒരു 2 വെറൈറ്റി ജ്യൂസും. കുറച്ച് ഐസ് ക്യൂബും അതുപോലെ തന്നെ കുറച്ച് ചിയാ സീഡ് കുതിർത്തതും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് 2 ഗ്ലാസ്സിലും ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വത്തക്ക കൊണ്ടുള്ള ജ്യൂസ് അടിക്കുകയാണെങ്കിലും അതിൽ കുറച്ച് ചിയാ സീഡൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു മിൻറ്റിൻ്റെ ഇല കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിച്ചത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇത് റെഡിയാക്കുന്നതെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ഒരു 10 മിനിറ്റ് മുന്നേ നമുക്കിത് റെഡിയാക്കാൻ മതിയാവും. ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. നല്ല ഫ്രഷോട് കൂടി കുടിക്കുകയും ചെയ്യാം. പഞ്ചസാരയൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയായിട്ടില്ലേ? നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നോക്കി കൊടുക്കാം. ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ പാല് ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ജ്യൂസും പാല് ചേർക്കാതെ റെഡിയാക്കിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കൊക്കെ ഇവിടെ റെഡിയാണ്. ഇൻഷാല്ലാ നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.